ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ അത്യപൂർവമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. 2023 സെപ്റ്റംബറിൽ ഇരുസഭകളും പാസാക്കിയ ചരിത്രപരമായ നാരി ശക്തി വന്ദൻ അധിനിയമം അഥവാ വനിതാ സംവരണ നിയമം നീണ്ട 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ പ്രാബല്യത്തിലായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ ഈ അപ്രതീക്ഷിത വിജ്ഞാപനം പുറത്തുവന്നത് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ പാർലമെന്റിൽ ചർച്ചയും വോട്ടെടുപ്പും നടക്കാനിരിക്കെയാണ് എന്നതാണ് ശ്രദ്ധേയം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സീറ്റുകൾ ഉറപ്പാക്കുന്ന ഈ നിയമം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ സ്ത്രീകൾക്കും ഉപസംവരണം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ദശകങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഈ സ്ത്രീ ശാക്തീകരണ പദ്ധതിക്ക് വിജ്ഞാപനം വന്നതോടെ പുതിയൊരു മാനം കൈവന്നിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് 2023 പാസാക്കിയ നിയമം ഇത്രയും കാലം വൈകിയതെന്നും ഇപ്പോൾ എന്തിനാണ് ഈ തിടുക്കപ്പെട്ട വിജ്ഞാപനമെന്നും പരിശോധിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇതിനു പിന്നിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ 2023 നിയമത്തിൽ സംവരണം നടപ്പിലാക്കുന്നതിന് 2 പ്രധാന കടമ്പകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, പുതിയ സെൻസസ് പൂർത്തിയാക്കുക എന്നതും 2 അതിനുശേഷം മണ്ഡല പുനർനിർണയം നടത്തുക എന്നതുമാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ സെൻസസ് വൈകിയതിനാൽ സംവരണം നടപ്പിലാക്കാൻ 2029 അതിനുശേഷമോ മാത്രമേ കഴിയൂ എന്ന സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പാർലമെന്റ് പരിഗണിക്കുന്ന 131 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ കടമ്പകളെ മറികടക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. പുതിയ സെൻസസിന് കാത്തുനിൽക്കാതെ 2011 സെൻസസ് ഡാറ്റ ഉപയോഗിച്ച് തന്നെ മണ്ഡല പുനർനിർണയം നടത്തി 2029 സംവരണം നടപ്പിലാക്കുക എന്നതാണ് സർക്കാരിന്റെ ഉദ്ദേശം. ഇതിനു പുറമെ ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം നിലവിലെ 543 നിന്നും 880 വർദ്ധിപ്പിക്കാനും സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. ഇങ്ങനെ സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ നിലവിലുള്ള ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ കുറവ് വരാതെ തന്നെ സ്ത്രീകൾക്ക് ആവശ്യമായ സംവരണം ഉറപ്പാക്കാമെന്നാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് നിയമം പ്രാബല്യത്തിലായി വിജ്ഞാപനം ഇറക്കിയത് തികച്ചും വിചിത്രമാണെന്നും ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണെന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കേന്ദ്ര നടപടിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചപ്പോൾ ഈ പുതിയ സാഹചര്യം ചർച്ച ചെയ്യാൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റിൽ അടിയന്തര യോഗം ചേരുകയാണ്. ഭരണഘടനാ ഭേദഗതിക്ക് സഭയിൽ 2/3 ഭൂരിപക്ഷം അനിവാര്യമായതിനാൽ 293 അംഗങ്ങൾ മാത്രമുള്ള NDA സർക്കാരിന് പ്രതിപക്ഷ പിന്തുണയില്ലാതെ ഈ കടമ്പ കടക്കുക എന്നത് അസാധ്യമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ സംസാരിക്കുന്നതോടെ പ്രതിപക്ഷത്തിന്റെ കൃത്യമായ നിലപാട് വ്യക്തമാകും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ ബില്ല് പാസ്സായാലും ഇല്ലെങ്കിലും ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു വലിയ രാഷ്ട്രീയ അവകാശവാദമായി ഉയർത്താനാണ് BJPയുടെ നീക്കം. നാരി ശക്തി എന്നത് ഇന്ത്യയുടെ മുഖമുദ്രയാണെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ മണ്ഡല പുനർനിർണയത്തിലെ രാഷ്ട്രീയ താൽപര്യങ്ങളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന പ്രാതിനിധ്യക്കുറവിനെയും കുറിച്ചുള്ള ആശങ്കകളാണ് പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.